ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ഏറ്റവും മികച്ച ഓഫറുകൾ. Only at Regalia Golden Diamond, Chavakkad. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ 2ാം വാർഡിൽ ചേറ്റുവ തീരദേശ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ട സംഭവം അന്വേഷിക്കാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. കുടിവെള്ളം മുടങ്ങിയ മേഖലകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായുള്ള പ്രവൃത്തികളും ആരംഭിച്ചു. 3 വർഷത്തോളമായി തീരദേശ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം തടസ്സപ്പെട്ടത് ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത്, PT ഷിജീഷ് എന്നിവർ മുഖേന സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത പൊതുതാൽപര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന. പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് ലത്തീഫ് കെട്ടുമൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് ഇതു സംബന്ധിച്ച് നോട്ടീസ് നൽകിയിരുന്നു. ഇതോടെയാണ് വാട്ടർ അതോറിറ്റി ഇരിങ്ങാലക്കുട ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിന്നി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാലി, സുധീർ എന്നിവർ സ്ഥലത്തെത്തിയത്. പരാതി നൽകിയ ലത്തീഫ് കെട്ടുമലുമായി കൂടിക്കാഴ്ച നടത്തിയ സംഘം കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങൾ സന്ദർശിച്ച് പരിശോധന നടത്തുകയും ചെയ്തു. തുടർന്ന് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു. കൂടാതെ തീരദേശ പ്രദേശത്ത് കുടിവെള്ള പൈപ്പുകൾ പരിശോധിക്കുകയും പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തുന്നുണ്ടോ എന്ന പരിശോധനയും നടത്തി. വെള്ളമെത്താത്ത മേഖലയിൽ വരും ദിവസങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുഴിച്ചതിനാൽ പൈപ്പുകൾ വ്യാപകമായി തകർന്നിരുന്നു. ടാപ്പുകളിൽ കുടിവെള്ളം വരാതായതോടെ ചേറ്റുവ മേഖലയിലുള്ളവർ കുടിവെള്ളത്തിന് വലയുകയായിരുന്നു. ലത്തീഫ് കെട്ടുമൽ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് പുറമെ ജില്ലാ കളക്ടർ, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രിൻസിപ്പൽ ഡയറക്ടർ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ, ദേശീയപാത പദ്ധതി ഡയറക്ടർ എന്നിവർക്കും ഹൈക്കോടതി നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് വീണ്ടും കേസ് പരിഗണിച്ച കോടതി വാട്ടർ അതോറിറ്റിയോട് കുടിവെള്ളം എത്തിക്കുന്നതിന് എന്തെല്ലാം നടപടി സ്വീകരിച്ചുവെന്നും കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത്, അഡ്വക്കേറ്റ് ഷിജീഷ് ഇബ്രാഹിം എന്നിവർ ഹാജരായി. ഈ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ്, അതുപോലെ തീരദേശ മേഖല, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ പരിസര പ്രദേശങ്ങൾ, ഇവിടെ എല്ലാം ഈ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മുടങ്ങിയിട്ട് ഒരുപാട് നാളായി. തീരദേശ മേഖലയിൽ തന്നെ ഏകദേശം 3 വർഷത്തിന് മുകളിലായി ഈ പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മുടങ്ങി. ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും തകരാറുകൾ പരിഹരിക്കുന്നതിനുമായി ഞാൻ നിരന്തരം അധികാരികൾക്ക് മുമ്പിൽ പരാതി കൊടുക്കുകയും ഒരുപാട് തവണ അതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സമീപിക്കുകയും ചെയ്തതാണ്. നാളിതുവരെ ആയിട്ടും അതിന് പരിഹാരം കാണാതെ ആയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഞാൻ ഈ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം തടസ്സപ്പെടുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഫയൽ സ്വീകരിക്കുകയും വേണ്ട നടപടി സ്വീകരിക്കുവാൻ പറഞ്ഞിട്ട് വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം കൊടുക്കുകയും ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുള്ള പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലാണ്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ഈ പ്രദേശത്ത് ലഭ്യമായില്ലെങ്കിൽ ഈ പ്രദേശവാസികൾക്ക് ഈ പരിസരത്ത് ഒട്ടും തന്നെ ശുദ്ധജലം ലഭ്യമല്ലാത്ത ഒരു പ്രദേശം കൂടിയാണ്. ഈ വിവരങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഞാൻ ഹൈക്കോടതി മുമ്പാകെ ഒരു ഹർജി ഫയൽ ചെയ്തത്. പ്രമുഖ അഭിഭാഷകനായ ഷാനവാസ് കാട്ടകത്ത്, PT ഷിജീഷ് മുഖേനയാണ് ഞാൻ ഈ ഹർജി ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഈ പ്രദേശം സന്ദർശിക്കുകയും കുടിവെള്ളം എത്താത്ത മേഖലയിൽ പരിശോധന നടത്തുകയും ഉണ്ടായി. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ട് പറഞ്ഞത്, അടിയന്തരമായി ഞങ്ങൾ ഈ കുടിവെള്ളം എല്ലാ മേഖലയിലേക്കും എത്തിക്കുന്നതിനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടെന്നും വരും ദിവസങ്ങളിൽ എല്ലാ മേഖലയിലും കുടിവെള്ളം എത്തിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി എന്നെ അറിയിച്ചിട്ടുള്ളത്. അതിനായി വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് അടുത്ത ദിവസം തന്നെ കുടിവെള്ളം എത്തും എന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും ഞാനും. ആളൂക്കാരൻ ജ്വല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് and 925 sterling silver ornaments. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.